ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ 2018 കാലഘട്ടങ്ങളിൽ ഫ്രീ ഫയർ കളിച്ചായിരുന്ന പ്ലേയേഴ്സിൻ്റെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. മീൻസ് 2018 കാലഘട്ടങ്ങളിൽ നമ്മൾ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ കളിച്ച പ്ലേയേഴ്സ് ഉണ്ടല്ലോ, മീൻസ് നമ്മൾ ഓൾഡ് പ്ലേയേഴ്സ് കളിച്ചായിരുന്ന മെമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ നിലവിൽ അവർ ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീൻസ് അവന്മാരുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാനിവിടെ ഇതേപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ്, അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കാണ് ഇപ്പോൾ ഒരു സ്ക്രീനിലാണ് ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ 2018 കാലഘട്ടത്തിലും കളിച്ചൊരു പ്ലെയറുടെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ, മീൻസ് നമ്മൾ 6 വർഷങ്ങൾക്ക് മുന്നേ കളിച്ചൊരു പ്ലെയറുടെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കണം, ആ ഒരു പ്ലെയറിന് വെച്ചാൽ നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു പ്ലെയർ തന്നെ വേറെ പ്ലെയർ വന്നിട്ട് പെട്ടെന്ന് തന്നെ തീർക്കണം. മീൻസ് ആ ഒരു പ്ലെയർ തന്നെ ഫൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്ലെയർ നൈസായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലെയറെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ID കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലെയറുടെ ID കാര്യങ്ങൾ അപ്പോൾ 30 ഡേയ്സ് ആയിട്ട്, മീൻസ് 30 ഡേയ്സ് ആയിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരെ ആക്റ്റീവായിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇതാണ് നമുക്ക് കാണാൻ പറ്റും. മീൻസ് അവന്മാരുടെ പ്രൊഫൈൽ വരുന്നില്ല, മീൻസ് അവരുടെ ലെവലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. വേറെ 30 ഡേയ്സ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ വേറെ മൊബൈലിൽ ഇതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇനി എന്തെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ഇനി പണ്ടുള്ള ID ആയതുകൊണ്ട് ഇതുവരെ ആക്റ്റീവ് ആവാത്തത് കൊണ്ടാണോ അതോ ഇന്ന് ഹാക്ക് ചെയ്ത് പോയതാണോ എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ബോൾഡ് ID ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 30 ഡേയ്സ് ആയിട്ട് ആക്റ്റീവ് ആവാതെ കടന്നിട്ട് ചിലപ്പോൾ അതുകൊണ്ടാവും, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇനി നിങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, ഈ ID കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുള്ളിക്കാരനെ കൊല്ലുന്ന പ്ലെയറുടെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരൻ എനിമി നൈസായിട്ട് തീർത്തിട്ട് നമ്മൾ സ്കാറിൽ വെച്ചിട്ട്, അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പുള്ളിക്കാരൻ ഒരു എനിമി വന്ന് നൈസായിട്ട് തീർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ മീൻസ് ആ തീർക്കുന്ന ഒരു എനിമിയുടെ ID കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകും. അപ്പോൾ നേരത്തെ പോലെ വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയത്തില്ല, ജസ്റ്റ് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നൈസായിട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 8 ലെവൽ കാര്യങ്ങളൊക്കെ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID 30 ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതും ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത്. മീൻസ് ഈ നെറ്റില്ല, റേഞ്ച് ഇഷ്യൂ അങ്ങനെയൊക്കെ പറയുന്നത് ഓരോ ഫോണിൽ ഓരോ രീതിക്ക് പറഞ്ഞ് ഞാൻ വേറെ എൻ്റെ മൊബൈലിൽ നോക്കി അതിൽ നെറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ് ഇതിൽ വേറെ എന്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തൊരു ബഗ് കാര്യങ്ങളൊക്കെയാണ്. അതോ ഇനി എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഞാൻ കളിക്കുന്ന ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ പ്രശ്നമാണോ അതോ ഫോണിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതൊന്നും ഫ്രീ ഫയറിൽ വന്ന പുതിയ അപ്ഡേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അതിനൊട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരത്തെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് കണ്ടുപിടിക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ, അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ കൊല്ലുന്ന ഒരു പ്ലെയറുടെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ 6 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ കളിച്ചായിരുന്ന പ്ലെയേഴ്സിൻ്റെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ അവന്മാരൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്ന് അറിയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്നായിട്ട് ഒരു എനിമി അതിലേക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 2 പേര് ഇവന്മാർ ടീമപ്പ് ആയിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവനെ നൈസിനെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവന് തീർത്ത ഈ ഒരു പ്ലെയർ മീൻസ് പേര് കളിക്കുന്ന ഈ ഒരു പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നു. 2507 ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ട്, അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ ID 30 ഡേയ്സ് ആയിട്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ നമുക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മീൻസ് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്താണ് ആ ഒരു പുള്ളിക്കാരന് പഴയ പോലെ തന്നെ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കണേ, എനിക്ക് തോന്നി ചെറിയ ഡൗട്ടാണ്. പണ്ടാണെങ്കിൽ ലൈറ്റ് പാസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബൂയ പാസ് ആണ്. അപ്പോൾ അത് ചേഞ്ച് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. മീൻസ് പണ്ട് കളിച്ചവന്മാരെ ID മാത്രമുള്ള ഇൻസ്പെക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ മെമ്പേഴ്സ് മീൻസ് ഇപ്പോൾ ഈ ബൂയ പാസ് വന്നത് മുതലുള്ള എല്ലാ പ്ലേസ് ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി. ആ സമയത്താണ് അവന്മാരൊക്കെ ID എനിക്ക് കിട്ടുന്നുണ്ട്. 30 ഡേയ്സ് ആണെങ്കിലും അവന്മാരെ ID കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റിനായിട്ട് എനിക്കത് അറിയത്തില്ല. ഞാൻ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പ്രശ്നമാണ് എന്തെന്ന് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ 3ാമത്തെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 4ാമത്തെ ID കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് മീൻസ് ഈ ഒരു പുള്ളിക്കാരനെ കൊല്ലുന്നൊരു പ്ലെയറുടെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് 6 വർഷങ്ങൾക്ക് മുന്നിലൊരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയ എല്ലാ മെമ്പേഴ്സും ആക്റ്റീവ് ആവാതെ കിടക്കുന്ന മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ആക്റ്റീവ് ആണല്ലേ ജസ്റ്റ് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാൻ ഒരു പുള്ളിക്കാരൻ നൈസായിട്ട് തീർന്നത്. അപ്പോൾ തീർത്ത ഈ ഒരു പ്ലെയറുടെ ID കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. അങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത സമയത്താണ് ആ ഒരു പുള്ളിക്കാരൻ 30 ഡേയ്സ് ആണ്. മീൻസ് ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് ആവാതെ കളിക്കുന്ന ഒരു പ്ലെയർ. അപ്പോൾ നമ്മൾ നോക്കിയ എല്ലാ IDസും ആക്റ്റീവ് ആവാതെ കളിക്കുന്ന ഒരു പ്ലെയറുടെ ID
കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നോക്കിയ സമയത്ത് ഇതിൽ നമ്മൾ ബൂയാ പാസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല, എയ്റ്റ് പാസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരുടെ ജസ്റ്റ് കമൻറ്റ് ഇട്ടുക, അതിൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്തോന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. പറയാവുന്നവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ അതിലാണ് കിൽഫീൽഡ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണിച്ച അക്കൗണ്ട്സൊക്കെ ബഗ് പിടിച്ച അക്കൗണ്ടാണോ അതോ ഹാക്കായി പോയ അക്കൗണ്ടാണോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പറയാവുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, മീൻസ് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ IDs കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്ത് നിങ്ങളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്കൂടെ മനസ്സിലാകും. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നിങ്ങളിവിടെ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുടെയും ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇനി റൂട്ടറിലാണ് ഈ വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. മീൻസ് നമ്മൾ റൂട്ടറിന് ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കാനും കുറേ പേർക്ക് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചേക്കുക.